അൺബോക്സിങ് വീഡിയോ ആണ് ഇത്. നമ്മുടെ ഗൈസ് ഇത് ഏതാണ് ഇപ്പം ഉള്ളൊരു ബൗളാണ് ഇത്. അതേ നമ്മുടെ ഈ ഒരു ചതിച്ചി എൻ്റെ ചതിച്ചി എന്നാലും കുഴപ്പമില്ല. ഹായ് ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറേ നാളായല്ലേ നമ്മൾ അൺബോക്സിങ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അൺബോക്സിങ് വീഡിയോ ആണ് ഇത്. നമ്മുടെ മീഷോന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ മേടിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് കേട്ടോ. ഇവിടെ നിന്ന് ഒരാൾ എത്തി നോക്കുന്നുണ്ട്. സുക്രുമണിയാണ് കേട്ടോ. സുക്രുവിനെ ഞാൻ ടി വി കാണിച്ചിരുത്തിയാണ്. അപ്പോൾ അവന് വീഡിയോയിൽ വരുന്നതാണ്. എന്നാൽ വന്നോട്ടെ എന്ന് വിചാരിച്ചു വന്നാൽ അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് വീണ്ടും ഇരുത്തുന്നു കേട്ടോ. അപ്പോൾ ഇതേ സംഭവങ്ങൾ വേറെ ഒന്നല്ല, 2 എണ്ണം നമ്മുടെ പാത്രങ്ങളും പിന്നെ ഇങ്ങനെ സംഭവങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും, മോയ്സ്ചറൈസർ സംഭവങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്ന ഒരു സംഭവമില്ലേ, അത് നമ്മുടെ ഞാനിപ്പോൾ വാഷ് ബേസിൻ്റെ അവിടെയാണ് നമ്മൾ ഒരുങ്ങുന്ന അവിടെയാണ് ഇതൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് അടക്കി പറക്കി വെക്കാനുള്ള ഒരു പെട്ടി അതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ പൊട്ടിച്ചിട്ടില്ല കേട്ടോ. ടൂർ പോയി. എൻ്റെ എല്ലാ വീഡിയോയിലും വന്നിട്ട് സുക്രു പറയും ഞാൻ ടൂർ പോയത്. എന്നോ ഒരു ദിവസം ടൂർ പോയ കാര്യം വേണ്ടി പറയുന്നത്. എവിടെയാണ് പോയത്? മലമ്പുഴ. അപ്പം പിന്നെ ഇത് ഒരെണ്ണം മീഷോന്ന് തുമ്പിക്കുട്ടിക്ക് എന്തിട്ടാ ഒരു ഡ്രസ്സ് വാങ്ങിച്ചാൽ കേട്ടോ. വലിയ വില ഒന്നുമില്ല. ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ അയച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഒരുമിച്ച് പൊട്ടിക്കാം കേട്ടോ. എനിക്കും ആകാംക്ഷയാണ് ഇത് എങ്ങനെ ഇരിക്കുമെന്നൊക്കെ. എനിക്കും ആകാംക്ഷയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ പൊട്ടിക്കാം. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് പിന്നീടുള്ള വീഡിയോസൊക്കെ ചെയ്യാനായിട്ടൊരു പ്രചോദനം ഉണ്ടാവുള്ളൂ കേട്ടോ. സുക്രോമിൻ്റെ അടിക്ക് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. സുക്രു ഇപ്പോൾ ഭയങ്കര വാചാലനാണ് കേട്ടോ. ഭയങ്കര ഇങ്ങനെ കുറേ സംസാരിക്കും. കൂട്ടുകാരൻ വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കാറ്. പിന്നെ സുക്രുവിനെ അവിടെ ഇരുത്തി ചെയ്യാന്ന് വെച്ചാൽ അവന് വാതിലിട്ട് മുട്ടും. അപ്പം അതിനേക്കാളും നല്ലത് ഇവിടെ ഇങ്ങനെ ഇരുത്താന്നുള്ളതാണ്. നമുക്കിതിൽ ഫസ്റ്റ് ഇരിക്കുന്ന ആ ഒരു സംഭവം തന്നെ ആദ്യം മുറിക്കാറ്. തുമ്പിൻ്റെ ഡ്രസ്സാണ്. എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല കേട്ടോ. ഇതിന് റേറ്റ് 100 ഉള്ളൂ കേട്ടോ. 100 ഉള്ളൂ. ഇതിൻ്റെ കറക്റ്റ് റേറ്റ് എനിക്ക് ഓർമ്മയില്ല. 100 ഉള്ളൂ. നിങ്ങൾ ലിങ്ക് വെച്ച് കഴിഞ്ഞാൽ തരാം കേട്ടോ. കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു ഫോട്ടോയിൽ കേട്ടോ. 100 സംതിങ് ഉള്ളൂ സംഭവം. ഇതിന് ഞാൻ ഷോർട്സ് ചെയ്യാട്ടോ. ഇത് ആളെ ഇടിയിച്ചിട്ട് ഒരു ഷോർട്സ് ചെയ്യാം. അപ്പോൾ മനസ്സിലാവും. പാടായാൽ മതിയായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. 120 അത്രയും കണ്ടൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ ഈ ഒരു ഡ്രസ്സിൻ്റെ പോലെയൊക്കെ ഉണ്ടല്ലേ കാണാനായിട്ട്. ഇത് നമുക്ക് സ്ലീവ്ലെസ് ആയിട്ട് ഇടാം. അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു വൈറ്റ് ജാക്കറ്റും കൂടി ഇടാം. ഉള്ളിലിടുന്ന ഒരു വൈറ്റ് ജാക്കറ്റ് ഉണ്ട്. ഇന്ന് നമ്മൾ തലപ്പിളിക്കുണ്ട്. അപ്പോൾ ഇത് ഇടിച്ചുകൊണ്ട് പോവാം. അപ്പം ഞാൻ വീഡിയോ ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇടാം, അല്ലെങ്കിൽ ഇത് സ്ലീവ്ലെസ് ആയിട്ട് ഇടുകയും ചെയ്യാം കേട്ടോ. ഇതാണ് സംഭവം. ഇഷ്ടപ്പെട്ടോ കുഞ്ഞിനെ? ചുംബിക്കാനായിട്ടാ. സുക്രുവിന് അമ്മ വേറെ മേടിച്ചാലാട്ടോ. അതായത് ഇങ്ങനെ ഇരിക്കും സംഭവം. സുക്രുവിന് പുതിയത് വേറെ മേടിക്കും. ഇതിൻ്റെ ക്ലോത്ത് വന്നിട്ടില്ലേ, ഈ ഇങ്ങനെ ഓൺലൈനിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ക്ലോത്ത് വന്നിട്ട് ഒട്ടും കളർ പോകാത്ത ക്ലോത്ത് ആയിരിക്കും കേട്ടോ. ഇതൊരു പോളിസ്റ്റർ മിക്സ് ആണ്, കോട്ടൺ അല്ല കേട്ടോ. പോളിസ്റ്റർ മിക്സ് ആകുമ്പോൾ പെട്ടെന്ന് കളർ പോകില്ല. പക്ഷേ ഒരു നെഗറ്റീവ് ഉള്ളതെന്ന് വെച്ചാൽ ഭയങ്കര ചൂടെടുക്കും. ഇതും ഓൺലൈനാണ്. ഇതും ഒന്നും കളർ പോകില്ല. പക്ഷേ ഭയങ്കര കളർഫുൾ ആണ് കേട്ടോ സാധനം കാണാനായിട്ട്. പക്ഷേ നമുക്ക് ചൂട് പെട്ടെന്ന് എടുക്കും. എന്നാലും കുഴപ്പമില്ല, വില കുറവല്ലേ. വില കുറവുമ്പോൾ നമുക്ക് ഒത്തിരി ചൂടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഒരു സംഭവം ഈ മാക്സ് സാധനങ്ങളിലൊക്കെ മേടിക്കുമ്പോൾ എത്ര രൂപയാവും അറിയോ? നല്ലൊരു എമൗണ്ട് ആവും. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ 100 ചില്ലാൻ രൂപയ്ക്ക് ഇത് അഫോർഡബിൾ ആണ്. എന്തായാലും ഒരു 5-8 പ്രാവശ്യമെങ്കിലും ഇട്ടെറിഞ്ഞ് ഇടാട്ടാ. പിന്നെ നമ്മൾ മെഷീനത്തിൽ അലക്കിയാലൊന്നും കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഞാൻ മെഷീനത്തിൽ അലക്കുമായിരുന്നു കേട്ടോ നല്ല ഡ്രസ്സൊക്കെ. അങ്ങനെ ഒരുപാട് നല്ല ഡ്രസ്സൊക്കെ കേടായിട്ടുണ്ട്. നമ്മൾ ഇവിടുത്തെ മെഷീൻ ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കരമായിട്ട് ചുളിയും. അപ്പോൾ ഞാൻ ഇപ്പോഴായി പിന്നെ അമ്മ പറഞ്ഞിട്ടാണ് കേട്ടോ. അങ്ങനെ ചീത്ത പറയും എല്ലാ സാധനങ്ങളും കൊണ്ട് മെഷീനത്തിൽ ഇടുന്നു പറഞ്ഞിട്ട്. ഇപ്പം ഞാൻ പക്ഷേ നല്ല സാധനങ്ങൾ സൂക്ഷിച്ചേണ്ട നല്ല ബനിയൻ, എൻ്റെ നല്ല ഡ്രസ്സ്, സുക്രുവിൻ്റെയും കൂടുതൽ ഞാൻ പിള്ളേരുടെയാണ് കേട്ടോ നല്ലതുകൾ മെഷീനത്തിൽ ഇട്ടിരുന്നത്. അങ്ങനെ കുറേ മണ്ടത്തരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ ഇടില്ല കേട്ടോ. അപ്പം ഞാൻ കൈ കൊണ്ട് അലക്കാണ് ചെയ്യുന്നത്. അങ്ങനെ മെഷീനത്തിൽ ഇടരുത് കേട്ടോ. മെഷീനത്തിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കേടാവും. പിന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ മെഷീനത്തിൽ ഇടാം. അതാണ് ഏറ്റവും നല്ലത്. ഞാൻ കുറേ പാടങ്ങൾ എന്തോ സുക്കുവിന് മേടിച്ചത്. അതെ ഇവിടെ ഒരാളെ എട്ടഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. സുക്കുവിന് ഡ്രസ്സില്ലെന്ന് പറഞ്ഞിട്ട് അമ്മ ഓർഡർ ചെയ്തിട്ടുണ്ട്. വരുമ്പോൾ തന്നെ ഇന്ന് പോയിച്ചു.
ഏത് ഡ്രസ്സാണ് വേണ്ടത്? അമ്മനെ തല്ലണത് വീഡിയോയിൽ കാണട്ടെ. ആൾക്കാർ വരും, പോലീസ് വരട്ടെ. എന്ത് ഡ്രസ്സാണ് വേണ്ടത്? അന്ന് ഇത് കുഞ്ഞനെടുത്തോട്ടാ, ഇത് കുഞ്ഞനെടുത്തോട്ടാ. ഗുഡ് ബോയ്. അത് മതി. ഇതും ട്രൗസർ ഇടുമല്ലേ? എന്റെ കുഞ്ഞിനെ ഇടക്കിടക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടാ. തുമ്പിക്കും സുക്കുറുവിനെ ഞാൻ സെപ്പറേറ്റ് ഡ്രസ്സ് എടുക്കും, മേലൊക്കെ കഴുകിയിട്ട് അല്ലെങ്കിൽ കുളിച്ചിട്ട് ഇടാനായിട്ട്. സുക്കുറിന് തുമ്പിയുടെ ഡ്രസ്സ് വേണം. അത് മനസ്സിലാവാറായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് ഇത്. അപ്പൊ ഇത് എല്ലാം മേടിച്ചല്ലോ. കുഞ്ഞനല്ല അന്ന് 2 ഡ്രസ്സ് അമ്മ മേടിച്ചത്. ഇതാണ് കുഞ്ഞനെ ഞാൻ ഇവിടെ ഇരുത്താത്തത്. അമ്മ മേടിച്ചത്. ഇനി അടുത്തത് ഇത് പൊട്ടിക്കാം നമുക്ക്. കുഞ്ഞൻ ഡേഞ്ചർ ആവുന്നതിന് മുന്നേ നമുക്ക് അടുത്ത പെട്ടി പൊട്ടിക്കാം. രക്ഷയില്ല ഗൈസ്, ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടിയാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ ഒരു കുഞ്ഞിപ്പൊട്ടിയാണെങ്കിൽ അല്ല കുഞ്ഞിപ്പെട്ടിയാണെങ്കിലും കുറച്ച് ഭാരമുണ്ട് ഈ ഒരു സംഭവത്തിന്. ഇതാണ് നമ്മുടെ ആ ഒരു ഓർഗനൈസർ. അപ്പോൾ ഞാനത് പൊട്ടിക്കട്ടെ കേട്ടോ. എന്താ വലിയത്? പച്ചമന. ഇതല്ല കേട്ടാ, ഇതല്ല ഗൈസ്. ഇത് ഏതാണിപ്പം? നല്ല ഭാര്യ ഉണ്ടല്ലോ. എന്തിട്ടാ ഓർഡർ ചെയ്തത്? സോറി. ഇത് നമ്മുടെ ഗ്ലാസ് ബൗൾസ് ആണ് കേട്ടോ. ഗ്ലാസിൻ്റെ ബൗളുകളില്ലേ, അതാണ് കേട്ടോ. ദൈവം, ഇതൊക്കെ എടുത്ത് സുക്കുർ എറിയണുണ്ടായിരുന്നു, പൊട്ടിയാവും. പിന്നെ ഇവർ നല്ല അടിപൊളിയായിട്ട് പാക്കിംഗ് ഒക്കെ ചെയ്തിട്ടായിരിക്കും തരാം കേട്ടോ. നമ്മളിപ്പോൾ വീഡിയോ ഒക്കെ ചെയ്യണോണ്ടേ എൻ്റെ കുറേ കൂടപാത്രങ്ങളുള്ളത്. അപ്പോൾ എന്താണ് കുറച്ച് നല്ല പാത്രങ്ങൾ മേടിക്കാമെന്ന് വിചാരിച്ചു. അധികം വിലയില്ല ഇതിനൊന്നും. ഇതാണ് ഒരു പാത്രം, ഗ്ലാസ് ബൗൾ. ഞാൻ അവിടെ ഇരുന്ന് മുറുക്കി ചെല്ലി. ഇത് 3 വലിപ്പാണേ. പക്ഷെ ഞാൻ വീഡിയോയിൽ കണ്ടപ്പോൾ കുറച്ചും കൂടെ വലിപ്പം തോന്നിയതാ. വീഡിയോ അല്ല, ഇത് കണ്ടപ്പോൾ കുറച്ചും കൂടെ വലിപ്പം തോന്നി. എന്നാലും കുഴപ്പമില്ല കേട്ടോ, നമുക്ക് അത്യാവശ്യം സംഭവങ്ങളൊക്കെ വെക്കാം. അതേ നമ്മുടെ ഈ ഒരു പെട്ടിയിൽ അതാണ് കേട്ടോ 3 ഗ്ലാസ് ബൗളുകളാണ്. അപ്പോൾ ഇനി തുടങ്ങിയതിൻ്റെ എല്ലാ കുക്കിംഗ് വീഡിയോയിലും ഗ്ലാസ് ബൗളുകളും ഉണ്ടാവും. ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് കുറച്ച് മീഡിയം സൈസ് ആയിട്ടുള്ളൊരു ബൗളാണ്. ഇത് എന്നിട്ടാണ് കടലാസൊക്കെ ഇത് ഇങ്ങനെ വെച്ച് വന്നുകൊണ്ട് കുറച്ചൊരു പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് തേച്ചൊരച്ച് കളഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയാവും. നല്ല കട്ടി കിട്ടിയ ഒരു സാധനത്തിന്. പിന്നെ അതേ ഇത് കുറച്ചും കൂടെ താഴെയുള്ളൊരു വലിപ്പം. സുക്കുറ് ശബ്ദം ഉണ്ടാക്കല്ലേ കേട്ടോ. പിന്നെ അതേ ഈ ഒരു ചെറിയ ബൗളിന് ഒരു ചെറിയൊരു പൊട്ടലുണ്ട് കേട്ടോ. ഒരു ചെറിയ പൊട്ടലുണ്ട്. നമ്മുടെ നിന്ന് വന്ന മിസ്റ്റേക്ക് ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം സുക്രു ഇതെടുത്ത് എറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു മിന്നലുണ്ട്. പക്ഷെ ഭാഗ്യത്തിന് വലിയ കാര്യമായിട്ട് കിട്ടിയില്ല. അപ്പോൾ അത് അങ്ങനെയായി. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പ്രൊഡക്റ്റ് ഈ ഒരു 3 ഗ്ലാസ് ബൗളുകളാണ് കേട്ടോ. പക്ഷെ ഇത് ഹാൻഡിൽ വിത്ത് കെയറാണ്. ഇനി നമുക്കൊരു വലിയ പെട്ടിയുണ്ട്. ഇതാണെന്ന് തോന്നുന്നുണ്ട് മറ്റേ പെട്ടിക്ക്. നോട്ടെ, ഇത് പൊട്ടിക്കട്ടെ നോക്കട്ടെ. ഇതിന് തീരെ കട്ടിയില്ല കേട്ടോ. അപ്പം ഞാൻ കട്ടിയുള്ളത് അതാണെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇതിനൊക്കെ അധികം പൈസ ഒന്നും വിചാരിക്കരുതില്ല. വളരെ ലോ പ്രൈസിൽ വാങ്ങിച്ചതാണ്. മീഷോന്നാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, വളരെ ലോ പ്രൈസാണ്. നമുക്ക് കടകളിൽ നിന്നൊക്കെ ഇതിൻ്റെ ഡബിൾ ഇരട്ടി ആയിരിക്കും കാണിച്ചു തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ മീഷോ പോയിട്ടാണ്. എന്നെ ഇതുവരെ ചതിച്ചിട്ടില്ല. ചിലവരെയൊക്കെ അങ്ങനെ വേറെ പ്രൊഡക്റ്റുകളൊക്കെ വരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നെ ഇതുവരെ ചതിച്ചിട്ടില്ല ഗൈസ്. നമുക്ക് ചതിച്ച് ഇതായിരുന്നില്ല കേട്ടോ ഞാൻ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ്. ഈ കളർ ഇതായിരുന്നില്ല കേട്ടോ. കളർ ഒരു ലൈറ്റ് പിങ്ക് കളറായിരുന്നു.
എൻ്റെ വായമ്മ ഗുളികം കയറിയ പോലെ പോയി. ഞാൻ ഇങ്ങനത്തെ പ്രൊഡക്റ്റും അല്ല ഞാൻ ഓർഡർ ചെയ്തത്. ഇങ്ങനത്തെ ഒന്നുണ്ട്, പക്ഷെ കളർ ഇതല്ലായിരുന്നു കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, കളർ ഒരു ഇടിവെട്ട് കളറായ എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഇതിൽ നമുക്ക് ലിപ്സ്റ്റിക് ഒക്കെ ഇടാം, ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ലതാ. പിന്നെ അത് ഇങ്ങനെ ഇങ്ങനെ നിരത്തി വെക്കാത്ത സംഭവങ്ങൾ കണ്ട. ഇതിലൊക്കെ ഇങ്ങനെ നിരത്തി വെക്കുക. വാഷ് ബേസിൻ്റെ അവിടെ നിറയെ ഇങ്ങനെ ഞാൻ ഒതുക്കി വെക്കും. പിന്നെ തുമ്പിക്കുട്ടിക്ക് ഇപ്പോൾ കയ്യെത്താറായിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ പഠിച്ചാകെ പൊളിച്ച് വയ്ക്കും. ഇതൊക്കെ ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഒളിപ്പിച്ചാണ് വെച്ചിരിക്കുന്നത്. ആകെ ഒരു 2 ലിപ്സ്റ്റിക് ഉള്ളൂ. അപ്പോൾ അതേ ഇവിടെ ഇനിയിപ്പോൾ അറേഞ്ച് ചെയ്ത് വെക്കാം. അറേഞ്ച് ചെയ്യണ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് എന്തായാലും ചെയ്യുന്നതായിരിക്കും കേട്ടോ. അത് ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്. പക്ഷേ ഞാൻ ഈ കളറല്ല കേട്ടോ ഓർഡർ ചെയ്തത്. ഒരു ലൈറ്റ് പിങ്ക്, ഒരു ലൈറ്റ് ഒരു പൗഡർ ബ്ലൂ ഇല്ല, അതാണ് ഓർഡർ ചെയ്തത്. പക്ഷേ കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. മീഷോ എന്നെ ചതിച്ചിട്ടില്ല എന്ന് വായെടുത്ത് പറഞ്ഞുള്ളപ്പോഴൊക്കെ ചതിച്ചു. അപ്പം ഇതൊക്കെയാണ് എൻ്റെ പ്രൊഡക്ട്സ്. ഇതിലെനിക്ക് 3 വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഗ്ലാസ് ബൗളായാലും തുമ്പിയുടെ ഡ്രസ്സായാലും അതേപോലെ തന്നെ ഈ ഒരു റാക്കായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേയധികം ഈ ഓർഗനൈസ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. അറിയാത്ത ഒരുപാട് സാധനങ്ങളുണ്ട്. തപ്പിപ്പിടിച്ചെടുക്കണം മീഷോന്ന്. അപ്പം എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ വളരെ വില കുറവുള്ള സംഭവങ്ങളാണ്. ഇതിന് 200 ആണെന്നുള്ളത്. ഇതിന് 200യും അതിന് 200 സംതിങ് ആണ് ആ 3 ബോളിന്. ഇതിന് 120, 110, 112 അങ്ങനെ എന്താണ്, 100 എന്തായാലും 100. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതാരെങ്കിലും അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലിങ്ക് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി കേട്ടോ. കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ലിങ്ക് അയച്ചു തരാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. ഒരു തുമ്പിക്ക് ഒരു ഡ്രസ്സും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേപോലെ സംഭവമായിട്ട്. പക്ഷേ അത് വന്നിട്ടില്ല. പക്ഷേ എനിക്ക് വീഡിയോ ചെയ്യാണ്ട് ഒരു സമാധാനമില്ല. എനിക്കിങ്ങനെ ആക്രാന്തം കൂടിയിട്ട് വീഡിയോ ചെയ്താണ്. ഇനി അവർ ഡ്രസ്സ് വരങ്ങി ഷോർട്ട്സ് ചെയ്യുള്ളൂ. ഇത് ഞാൻ അറേഞ്ച് ചെയ്ത് വയ്ക്കുന്നൊരു വീഡിയോ ഞാൻ ചെയ്യാം. പക്ഷേ അതിനുള്ള പ്രൊഡക്ട്സ് എൻ്റെ കയ്യിൽ ഇല്ല. എൻ്റെ മോയ്സ്ചറൈസർ തീർന്നിട്ടുണ്ട്, നമ്മുടെ തീർന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ പോൺസിൻ്റെ മേടിക്കാമെന്ന്. പോൺസ് നല്ലതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓൺലൈനിൽ നോക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരുന്ന ചാർജ് ഉൾപ്പെടെ 80 രൂപ കൂടുതലുണ്ട്. അപ്പോൾ കടയിൽ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഞാൻ ഇന്നലെ ഓൺലൈനിൽ നിന്ന് മേടിക്കാൻ നോക്കി. പക്ഷേ 80 രൂപ 40 രൂപയായിട്ട് എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട്. 320 എത്രങ്ങാണ്ടുമാണ്. ഇതും കൂടെ വരുമ്പോൾ 380 സംതിങ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ നമ്മൾ കൊടുങ്ങല്ലൂർ വഴി പോകുന്നില്ല, അപ്പോൾ ഇതൊക്കെ നമ്മുടെ കൊടുങ്ങല്ലൂർ ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. പോൺസിൻ്റെ മേടിച്ചിട്ടൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. പോൺസിൻ്റെ നല്ലതാണ്, റിവ്യൂ ഒക്കെ ഉണ്ട്. ഞാൻ ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഡെർമയുടെ അടിപൊളിയാണ് കേട്ടോ. ഡെർമയുടെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും അടിപൊളിയാണ്. ഞാനത് സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കാം. അടിപൊളിയാണ്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് പ്രൊഡക്റ്റ് ഒന്ന് മാറ്റി ഉപയോഗിക്കാമെന്ന് വെച്ചിട്ടാണ്. മോയ്സ്ചറൈസർ എനിക്ക് ഉപകാരപ്പെട്ടത് ഈ ഒരു സമയത്താണ് കേട്ടോ. ഭയങ്കര ഡ്രൈ ആയി പോകും. അല്ലെങ്കിൽ ഈ ഡിസംബറിൽ മഞ്ഞുകാലത്ത് ഭയങ്കര ഡ്രൈ ആയി പോകും സ്കിന്ന്. അപ്പോൾ ഇതാവുമ്പോൾ നല്ല സ്മൂത്തിന് നിൽക്കുന്ന സംഭവം. അപ്പം അത്രേ ഉള്ളൂ കേട്ടോ. സുക്രൊന്ന് ഭയങ്കര ടച്ചിലാണ്. നമ്മൾ അനുസരിക്കണില്ല, ഒന്നും പറയാൻ അനുസരിക്കണില്ല. തുമ്പിന് ഉറങ്ങാണ് കേട്ടോ. അപ്പോൾ സുക്രുവിന് ഫുഡൊക്കെ കൊടുക്കാറായി. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.